വയനാട് സുഗന്ധഗിരിയിലെ മരംകൊള്ളയിൽ വനംവകുപ്പ് ജീവനക്കാരുടെ ഒത്താശ വ്യക്തമാക്കിയ അന്വേഷണ റിപ്പോർട്ട് വനം വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് ചുമതലയുള്ള ഡോക്ടർ എൽ ചന്ദ്രശേഖർ IAS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം. സൗത്ത് വയനാട് DFO ഷജന കാര്യമടക്കം 18 ഉദ്യോഗസ്ഥർ കൃത്യവിലോപം നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. കൃത്യവിലോപം നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ജീവനും സ്വത്തിനും ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ 107 മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കണ്ടെത്തൽ. സുഗന്ധഗിരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും വരദൂരിലേക്കും വൈത്തിരിയിലേക്കും മരം കൊണ്ടുപോകുന്നതിനായി ഉദ്യോഗസ്ഥർ അനധികൃതമായി പാസ് നൽകി. പാസിൽ സർക്കാർ മുദ്രയും പതിപ്പിച്ചില്ല. DFO ഷജന കരീം ഫീൽഡ് പരിശോധന നടത്തിയില്ല. റേഞ്ച് ഓഫീസർ നീതു ഗുരുതര കൃത്യവിലോപം നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടു. നഷ്ടപ്പെട്ട മരവും വാഹനവും ഇനിയും കണ്ടെത്താനുണ്ട്. വനവകുപ്പ് വാച്ചർ ജോൺസൺ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ചന്ദ്രൻ എന്നിവർ മരം മുറിച്ചു കടത്തുന്നതിന് ആസൂത്രണം നടത്തി. സെക്ഷനിലെ ജീവനക്കാരും മൊത്തം കൂട്ടുനിന്നു. DFO ഷജന കേസ് എടുത്ത ശേഷവും വിഷയം ഗൗരവത്തിലെടുത്തില്ല. DFOയുടെ ഭാഗത്തുനിന്ന് മേൽനോട്ട വീഴ്ചയുണ്ടായി. DFOയോട് വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കണമെന്നും കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജോൺസണെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണവും DFO ഷജന കരീം, റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും L ചന്ദ്രശേഖർ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, വയനാട്.